പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്ററായ സർക്കിൾ എന്ന ചാപ്റ്ററിലെ ഈക്വൽ കോഡ്സ് എന്നുള്ള ഭാഗമാണ്. ഈക്വൽ കോഡ്സ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. പ്രൂവ് ദാറ്റ് കോഡ്സ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ആർ ഓഫ് ദി സെയിം ലെങ്ത്. പ്രൂവ് ദാറ്റ് കോഡ്സ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ആർ ഓഫ് ദി സെയിം ലെങ്ത്. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന കോഡുകൾക്കൊക്കെ ഈക്വൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡുകൾക്കൊക്കെ ഈക്വൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്ററായിട്ട് O കൺസിഡർ ചെയ്തു. O സെൻറ്ററാണ്. AB ഒരു കോഡാണ്. AB ഒരു കോഡാണ്. അതുപോലെ CD മറ്റൊരു കോഡാണ് അല്ലേ. ഫസ്റ്റ് O സെൻറ്ററായ സർക്കിളിലെ ഒരു കോഡാണ് AB. അതുപോലെ മറ്റൊരു കോഡാണ് CD. O സെൻറ്ററാണ് അല്ലേ. Oയിൽ നിന്ന് OP ഡിസ്റ്റൻസിലുള്ള കോഡാണ് AB. OQ ഡിസ്റ്റൻസിലുള്ള കോഡാണ് CD. OQ ഡിസ്റ്റൻസിലുള്ള കോഡാണ് CD. നമുക്ക് ABയും CDയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതായത് ABയുടെ ലെങ്ത്തും CD-യുടെ ലെങ്ത്തും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം ഇത് വെക്കാം. OP ഇസ് ഈക്വൽ ടു OQ അല്ലേ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? അതിന് വേണമെങ്കിൽ X എന്ന് കൊടുക്കാം അല്ലേ. ഗിവൺ എന്താണ്? OPയും OQയും ഈക്വൽ ആണെന്ന് തന്നൂല്ലേ. X ഞാൻ എന്താണ് ഒന്നുകൂടി നമുക്ക് സിമ്പിൾ ആവാൻ വേണ്ടി കൊടുത്തതാണ്. OP ഇസ് ഈക്വൽ ടു OQ എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ. OPൻ്റെ ഭാഗത്ത് X എന്നും കൊടുക്കാം, OQൻ്റെ ഭാഗത്തും X എന്ന് കൊടുക്കാം. ഇനി അതുപോലെ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്? OA എന്ന് പറയുന്ന ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതുപോലെ OC എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ. OA ഈക്വൽ ടു OC ഇസ് ഈക്വൽ ടു R. അതും നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ABയും CDയും ഈക്വൽ ആണെന്നാണ് അല്ലേ. നമുക്കറിയാം AB CDക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ APയുടെ ലെങ്ത്ത് കണ്ടെത്താൻ പോവാണ്. അതിന് വേണ്ടി ഫസ്റ്റ് എന്ത് ചെയ്തു? ട്രയാങ്കിൾ AOP കൺസിഡർ ചെയ്തു അല്ലേ. നമുക്ക് ഇതാ ഇൻ ട്രയാങ്കിൾ AOP. ട്രയാങ്കിൾ AOPയിൽ നമുക്കറിയാം എന്ത്? OA സ്ക്വയർ ഇസ് ഈക്വൽ ടു അല്ലേ. ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. അതുകൊണ്ട് OA സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ നമുക്ക് AP സ്ക്വയർ പ്ലസ് OP സ്ക്വയർ എന്ന് എഴുതാം. AP സ്ക്വയർ പ്ലസ് OP സ്ക്വയർ അല്ലേ. OA എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് ഞാൻ R സ്ക്വയർ എന്ന് എടുത്തു. R സ്ക്വയർ ഇസ് ഈക്വൽ ടു AP സ്ക്വയർ പ്ലസ് OPക്ക് എന്ത് എടുത്തിട്ടുണ്ട്? നമ്മൾ X എടുത്തില്ലേ. X സ്ക്വയർ എന്ന് എഴുതി അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഈ X സ്ക്വയർ അല്ലേ. നമുക്ക് APയുടെ ലെങ്ത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ APയുടെ ഡബിളാണ് AB എന്ന് നമുക്കറിയാം അല്ലേ. അതായത് എന്താണ്? പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് OP ഇതിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതിന് രണ്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. AP കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിളായിരിക്കും AB അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കത് AP എന്താണെന്ന് കണ്ടെത്താം. ഫസ്റ്റ് എന്ത് ചെയ്ത് ഞാൻ X സ്ക്വയറും കിട്ടുന്നുണ്ട്. R സ്ക്വയർ മൈനസ് X സ്ക്വയർ ഇസ് ഈക്വൽ ടു AP സ്ക്വയർ അല്ലേ. എന്താ? AP സ്ക്വയർ എന്ന് പറയുന്നത് R സ്ക്വയർ മൈനസ് X സ്ക്വയർ ആണെന്ന് കിട്ടി. സംശയമുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് AP എന്ത് ചെയ്താൽ AP ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ മൈനസ് X സ്ക്വയർ അല്ലേ. AP എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് R സ്ക്വയർ മൈനസ് X സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ COQ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ COQ ഇത് CQO അല്ലേ. ഇൻ ട്രയാങ്കിൾ COQ അല്ലെങ്കിൽ CQO നമുക്കറിയാം OC സ്ക്വയർ ഇസ് ഈക്വൽ ടു അല്ലേ. OC സ്ക്വയർ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? CQ സ്ക്വയർ പ്ലസ് OQ സ്ക്വയർ എന്ന് എഴുതി കൂടെ. CQ സ്ക്വയർ പ്ലസ് OQ സ്ക്വയർ അല്ലേ. OC എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അതുകൊണ്ട് ഞാൻ R സ്ക്വയർ ഇസ് ഈക്വൽ ടു CQ സ്ക്വയർ പ്ലസ് നമ്മൾ OQന് എന്തെടുത്തിട്ടുണ്ട്? OQ X ആയിട്ട് കൺസിഡർ ചെയ്തില്ലേ. X സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. ഇനിയോ ഈ X സ്ക്വയർ കൂടുന്നാലോ R സ്ക്വയർ മൈനസ് X സ്ക്വയർ ഇസ് ഈക്വൽ ടു CQ സ്ക്വയർ അല്ലേ. അതിലെന്ത് കിട്ടും?
സി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സി ക്യു ഇസ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. ഇവിടെ നമുക്ക് കിട്ടി എ പി ഇസ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ സി ക്യു ഇസ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. എ പി റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് ഈക്വലാണ്. സി ക്യൂം റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് ഈക്വലാണ്. നമുക്ക് എന്ത് ചെയ്താം, ഫ്രം 1 and 2 എ പി ഇസ് ഈക്വൽ ടു സി ക്യു എന്ന് എഴുതാം അല്ലേ. എ പിയും സി ക്യൂവും ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ. നമുക്കറിയാം എ പി എന്ന് പറയുന്നത് എ ബിൻ്റെ എത്ര ഭാഗമാണ്? എ പി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് എ ബി അല്ലേ. സംശയം ഉണ്ടോ? പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? ഓയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ എ ബിയിലേക്കുള്ള പെർപെൻഡിക്കുലറാണ് ഒ പി. അപ്പോൾ ഒ പി എ ബിയെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ പി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് എ ബി ആണ്. അപ്പോൾ ഞാൻ എ പിൻ്റെ സ്ഥാനത്ത് ഹാഫ് എ ബി എന്ന് എഴുതി അല്ലേ. സി ക്യൂവിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? ഒ ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി. ദർഫോർ സി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡി അല്ലേ. സംശയം ഉണ്ടോ? അപ്പോൾ എന്താണ്? എ പി ഈസ് ഈക്വൽ ടു സി ക്യു എന്നുള്ളതിന് പകരം ഹാഫ് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡി. അതായത് എന്താണ്? ഹാഫും ക്യാൻസൽ ചെയ്താൽ എ ബി ഈക്വൽ ടു സി ഡി എന്ന് കിട്ടി അല്ലേ. എ ബി ഈക്വൽ ടു സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എ ബി ഈക്വൽ ടു സി ഡി എന്നാൽ എ ബി ഒരു കോഡാണ്, സി ഡി ഒരു കോഡാണ്. അപ്പോൾ എന്താണ്? കോഡ്സ് ആർ ഈക്വൽ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ മക്കൾ ഒന്നും കൂടി ശ്രദ്ധിച്ചോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡുകൾക്ക് ഈക്വൽ ലെങ്ത് ആണെന്ന്, സെയിം ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. നമുക്കറിയാം ഒ സെൻറ്ററായ സർക്കിളിലെ രണ്ട് കോഡുകളാണ് എ ബിയും സി ഡിയും അല്ലേ. ആ എ ബിയിലേക്കുള്ള സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഒ പി, സി ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഒ ക്യു അല്ലേ. നമുക്കറിയാം സെയിം ഡിസ്റ്റൻസിലുള്ള കോഡുകൾ എന്ന് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് ഒ പിയും ഒ ക്യൂവും ഈക്വൽ അല്ലേ. അതുകൊണ്ട് നമ്മൾ എഴുതി ഒ പി ഈസ് ഈക്വൽ ടു ഒ ക്യു അല്ലേ. ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു എക്സ് കൊടുത്തു, തന്ന കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് അതെടുത്ത് എഴുതി വെച്ചിട്ട് ഒ പി ഈസ് ഈക്വൽ ടു ഒ ക്യു ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു അല്ലേ. എ ഒ ജോയിൻ ചെയ്തു, സി ഒ ജോയിൻ ചെയ്തു അല്ലേ. എ ഒ റേഡിയസ് ആണ്, സി ഒയും റേഡിയസ് ആണ്. അത് നമ്മൾ എഴുതി വെച്ചു അല്ലേ. അല്ലെങ്കിൽ ഒ എ ഈസ് ഈക്വൽ ടു ഒ സി ആർ എന്ന് എഴുതി വെച്ചു അല്ലേ. ഇനി ഒന്നാമത്തെ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, എ ഒ പി എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെ വേണമെങ്കിൽ പറയാം, ഒ എ പിയോ അല്ലെങ്കിൽ പി എ ഒ അല്ലെങ്കിൽ ഒ എ പി അല്ലേ, ഏത് രീതിയിലും വേണമെങ്കിൽ പറയാം. ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ട്രയാങ്കിളാണ്. അതിൽ നമുക്കറിയാം ഒ എ എന്ന് പറയുന്നത് ആറാണ്, ഒ പി എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ. നമുക്കെന്താണ്? എ പി കണ്ടെത്തണം. എ പിയുടെ ഡബിളാണ് എ ബി എന്നറിയാം അല്ലേ. അപ്പോൾ നമ്മളത് വെച്ചിട്ട് പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്ത് ചെയ്തു? ഇതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ഒ എ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ എന്ന് എഴുതി. ഒ എ ആറാണെന്നറിയാം, 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പി സ്ക്വയർ പ്ലസ് നമ്മൾ ഒ പിക്ക് എക്സ് എടുത്തിരുന്നു, അപ്പോൾ എക്സ് സ്ക്വയർ കൊടുത്തു അല്ലേ. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അതിൽ നിന്ന് എക്സ് സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ എന്തൊരു? ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പി സ്ക്വയർ. ഇതിൽ നിന്ന് എ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അതിൽ സ്ക്വയർ അങ്ങോട്ട് പോയാൽ എന്താവും? റൂട്ട് ആവില്ല. അപ്പോൾ എ പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ എ പി നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്തെന്ത് കൺസിഡർ ചെയ്തു? ഒ സി ക്യു എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതും ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. നമ്മൾ ഫസ്റ്റ് ഒ സി സ്ക്വയർ എഴുതി അല്ലേ. ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ക്യു സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇത് റൈറ്റ് ട്രയാങ്കിളാണ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ അല്ലേ, മറ്റ് രണ്ട് പെർപെൻഡിക്കുലർ സൈഡിൻ്റെ സ്ക്വയറുകളുടെ സം അല്ലേ. അപ്പോൾ എന്താ വരിക? ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ക്യു സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ക്യു സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ കൊണ്ട് വന്നാൽ എന്താ വരിക? ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ക്യു സ്ക്വയർ. അതിൽ നിന്ന് സി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. സി ക്യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഫസ്റ്റ് ഇത് എ പി റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമ്പർ 1 എന്നും സി ക്യു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ 2 എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ രണ്ട് ഇക്വേഷനും കൺസിഡർ ചെയ്താൽ എന്താ പറയുക? എ പി റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് ഈക്വലാണ്, സി ക്യു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് ഈക്വലാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് എഴുതാം? ഇത് രണ്ടും കൺസിഡർ ചെയ്ത് എ പി സി ഈക്വൽ ടു സി ക്യു എന്ന് എഴുതാം അല്ലേ. നമുക്ക് എന്ത് കിട്ടി? എ പിയും സി ക്യുവും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ. ഈ എ പി എന്ന് പറയുന്നത് എന്താണ്? ഒ പി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എ ബിയുടെ പകുതിയാണ് അല്ലേ. ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. ഫോർ എ പി ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി ആണ്. അതുപോലെ സി ക്യു ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് സി ഡി. അപ്പോൾ എ പിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഹാഫ് എ ബി എന്നും സി ക്യുവിൻ്റെ സ്ഥാനത്ത് ഹാഫ് സി ഡി എന്നും കൊടുത്തു അല്ലേ. അപ്പോൾ ഹാഫും നമ്മൾ വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ എന്താ കിട്ടുക?
എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് കിട്ടിയില്ലേ. അതായത് എന്താണ്, എ ബി സി ഡി എന്നീ കോഡുകൾക്ക് ഈക്വൽ ലെങ്ത് ആണെന്ന് കിട്ടിയില്ലേ. അതായത് ഒരു സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡുകൾക്ക് ഈക്വൽ ലെങ്ത് ആണെന്ന് കിട്ടി. ഓക്കെ. ഇൻ ദി പിക്ചർ ഓൺ ദി റൈറ്റ് ദി ആംഗിൾസ് ബിറ്റ്വീൻ ദി റേഡിയൈ ആൻഡ് ദി കോഡ്സ് ആർ ഈക്വൽ. പ്രൂവ് ദാറ്റ് ദി കോഡ്സ് ആർ ഓഫ് ദി സെയിം ലെങ്ത്. In the picture on the right, the angles between the radii and the chords are equal. Prove that the chords are of the same length. ചിത്രത്തിൽ എന്താണ്, റേഡിയസും കോഡും ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ, അതായത് എന്താണ്, ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്താണ്, എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ കോഡുകൾക്ക് രണ്ടും ഈക്വൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. നമുക്ക് പേര് കൊടുക്കാം. ഇതിൽ എ ബി എന്നൊരു കോഡുണ്ട്, അതുപോലെ സി ഡി എന്ന കോഡ് പേര് കൊടുത്തു. എ ബി സി ഡി എന്നീ രണ്ട് കോഡുകളാണ്. ഓ സെൻറ്ററിന് ഒ എന്ന പേരും കൊടുത്തു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എ ബിക്കും സി ഡിക്കും ഈക്വൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഇതിലെന്താണ്, റേഡിയസ് കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ആംഗിൾ ഒ എ ബിയും ആംഗിൾ ഒ സി ഡിയും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കാം. ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. അതുപോലെ ഒ ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി അല്ലേ. ഫസ്റ്റ് എന്താണ്, ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് OQ is perpendicular to CD. നമ്മളെന്ത് ചെയ്തു, എ ബിയിലേക്കും സി ഡിയിലേക്കും സെൻട്രൽ നിന്ന് എന്ത് ചെയ്തു, പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ. ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ ഈക്വൽ ആണെന്നതുകൊണ്ട് ഇത് നമ്മൾ എക്സ് കൺസിഡർ. അപ്പോൾ ഇത് എത്ര കാരം, 90 മൈനസ് എക്സ്. സംശയം ഉണ്ടാവും, മൂന്നാമത്തെ ആംഗിൾ എന്ത് കാരം 90 മൈനസ് എക്സ് അല്ല, ഒന്ന് 90 ആണ്, ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റേ എന്ത് കാരം 90 മൈനസ് എക്സ് ആണ്. സംശയം ഉണ്ടാവും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബിയും സി ഡിയും ഈക്വൽ ആണ് എന്നാണ് അല്ലേ. എ പി സി ക്യൂവിന് ഈക്വൽ ആണെങ്കിൽ എ പി എന്ന് പറയുന്നതാണ് എ ബിയുടെ പകുതി അല്ലേ. ഒ പി ഇതിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതിനെ ബൈസെക്ട് ചെയ്യും. അതുകൊണ്ട് എ പിയും സി ക്യൂവും ഈക്വൽ ആണെങ്കിൽ എ ബിയും സി ഡിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എ പിയും സി ക്യൂവും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എ പിയും സി ക്യൂവും ഉൾപ്പെടുന്ന രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഏതൊക്കെ എ പി ഉൾപ്പെടുന്ന ട്രയാങ്കിൾ എന്താ, കൺസിഡർ ട്രയാങ്കിൾ എ ഒ പി ആൻഡ് എ പി ഉൾപ്പെടുന്ന ട്രയാങ്കിൾ എ ഒ പി അല്ലേ. സി ക്യൂ ഉൾപ്പെടുന്ന ട്രയാങ്കിൾ സി ഒ ക്യൂ. ട്രയാങ്കിൾ സി ഒ ക്യൂവും കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ സി ഒ ക്യൂ അല്ലേ. ട്രയാങ്കിൾ എ ഒ പിയും ട്രയാങ്കിൾ സി ഒ ക്യൂവും കൺസിഡർ ചെയ്തു അല്ലേ. നമുക്കറിയാം ഇതിൽ ഒ എ ഒ സി അല്ലേ. എ ഒ പിയിലെ ഒ എ സി ഒ ക്യൂവിലെ ഒ സിക്ക് ഈക്വലാണ്. കാരണം എന്താ, രണ്ടും റേഡിയസ് ആണ്, ആറല്ലേ അല്ലേ. ഇനിയോ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സംശയം ഉണ്ടോ, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്കറിയാം ആംഗിൾ എ ഒ പി, ആംഗിൾ എ ഒ പി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ക്യൂ. എത്രയാണ്, 90 മൈനസ് എക്സ് വരിക അല്ലേ. ഇത് നമ്മൾ എക്സ് എന്ന് ഫിഗറിൽ കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് 90 മൈനസ് എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, one side and two angles at its ends are equal അല്ലേ. one side and two angles at its ends of two triangles are equal. One side and two angles at its ends of two triangles are equal അല്ലേ. one side and two angles at its ends of two triangles are equal അല്ലേ. ഒരു സൈഡും അതിലെ എൻഡിലുള്ള രണ്ട് ആംഗിളുകളും ഈക്വൽ ആയി അല്ലേ. അപ്പോൾ എന്തായി, therefore
therefore triangle AOP and triangle COQ are equal triangles. Triangle AOP and triangle COQ are equal triangle AOP യും COQ എന്തായി ഈക്വൽ ട്രയാങ്കിൾസ് ആയി. അപ്പോൾ എന്ത് പറയാം, നമുക്ക് ഇതിൻ്റെ സൈഡ്സ് ഈക്വൽ അല്ലേ കാരണം അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ എന്താണ്, അതിൻ്റെ എല്ലാ സൈഡ്സും അല്ലേ, ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ 3 സൈഡ് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിന് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ 90-6-നെതിരെയുള്ള APയും ഇതിൽ 90-6-നെതിരെയുള്ള CQ ഈക്വൽ അല്ലേ. therefore AP equal to CQ അല്ലേ. AP CQവിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AP എന്ന് പറയുന്നത് ഹാഫ് AB അല്ലേ. ഹാഫ് AB ഈക്വൽ ടു ഹാഫ് CD അല്ലേ. CQ എന്ന് പറയുന്നത് ഹാഫ് CD ആണ്. ഹാഫ് AB ഈക്വൽ ടു ഹാഫ് CD കിട്ടി. therefore AB ഈക്വൽ ടു CD എന്ന് എഴുതാം അല്ലേ. അതായത് എന്തായി, AB ഈക്വൽ ടു CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോഡുകളും ഈക്വലായി. ഓക്കെ, അപ്പോൾ മക്കളൊന്നും കൂടെ ശ്രദ്ധിച്ചോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, തന്നിട്ടുള്ള ഫിഗറിൽ റേഡിയസും കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആണ് അല്ലേ. അതായത് എന്താണ്, ഈ OA എന്ന റേഡിയസ് ABയുമായിട്ടുള്ള ഈ ആംഗിളും OC എന്ന റേഡിയസ് CDയുമായി ഉണ്ടാക്കുന്ന ആംഗിളും ഈക്വൽ ആണ്. ABയും CDയും ഈക്വൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, Oയിൽ നിന്ന് ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, OP വരച്ചു അല്ലേ. അതുപോലെ Oയിൽ നിന്ന് CDയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ OQ വരച്ചു. നമുക്ക് രണ്ട് ട്രയാങ്കിളുകൾ കിട്ടിയില്ലേ. OAP എന്നൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി, അതുപോലെ OCQ എന്നൊരു റൈറ്റ് ട്രയാങ്കിളും കിട്ടി അല്ലേ. OAPയിലെ OA OCQയിലെ OCക്ക് ഈക്വലാണ്. അതുപോലെ എയും സിയും തന്നിട്ടുള്ള ആംഗിളുകളാണ് അല്ലേ. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ആണ്, ഇതിവിടെ പെർപെൻഡിക്കുലർ ഇത് 90 ആണ്. മൂന്നാമത്തെ ആംഗിൾ എത്ര കാരം അല്ലേ, ഇതൊന്ന് X, ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് X എടുക്കുകയാണെങ്കിൽ ഇത് X അല്ലേ. ഇത് 90 ആണ്, പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ആണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ 90-X ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിലും AO എന്ന സൈഡിൽ OCക്ക് ഈക്വലാണ്. അതിലെ രണ്ട് ആംഗിൾ എന്താണ്, Xും 90-X അല്ലേ അല്ലേ. അപ്പോൾ എന്താണ്, ഒരു സൈഡും അതിലെ രണ്ട് ആംഗിളുകളും അല്ലേ. OAPയിലെ ഒരു സൈഡും അതിലെ രണ്ട് ആംഗിളും OCQയിലെ ഒരു സൈഡിനും അതിലെ രണ്ട് ആംഗിൾസിനും ഈക്വലായി. അതുകൊണ്ട് ആ ട്രയാങ്കിൾ എന്തായി, ഈക്വൽ ട്രയാങ്കിൾസ് ആയി അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് ആയാലും എന്താണ്, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈക്വൽ ആംഗിൾസ് ആയ 90-X-നെതിരെയുള്ള APയും CQയും ഈക്വൽ ആണ്. അപ്പോൾ AP ഈക്വൽ ടു CQ ആയി അല്ലേ. AP എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് AB ആണ്. CQ എന്ന് പറയുന്നത് ഹാഫ് CD ആണ്. അപ്പോൾ ഹാഫ് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടി, AB ഈക്വൽ ടു CD. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി, ABയും CDയും ഈക്വൽ കോഡ്സ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇൻ ദി ഫിഗർ O is the center of the circle and radius of the circle is 10 cm. Find the length of chord AB. In the figure O is the center of the circle, radius of the circle is 10 cm. Find the length of chord AB. ചിത്രത്തിൽ O സെൻറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, AB കോഡാണ് അല്ലേ. ഇതിലെന്താണ്, സർക്കിളിൻ്റെ റേഡിയസ് 10 cm ആണെന്ന് തന്നിട്ടുണ്ട്. ABയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, നമ്മളെന്ത് ചെയ്തു, ഫസ്റ്റ് റേഡിയസ് തന്നുകൊണ്ട് ഇതാണ് ജോയിൻ ചെയ്തു. ഇത് എത്ര 10 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ, സംശയമുണ്ടോ അല്ലേ. ഇതോ, ഈ ഡിസ്റ്റൻസ് OP എന്ന ഡിസ്റ്റൻസ് 6 cm ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ABയുടെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കറിയാം OP ഈസ് പെർപെൻഡിക്കുലർ ടു AB അല്ലേ. OP എന്താണ്, ABക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് AP എന്ന് പറയുന്നതാണ് ABയുടെ പകുതി ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ് അല്ലേ. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യും അല്ലേ. അതുകൊണ്ട് എന്താണ്, AP എന്ന് പറയുന്നത് ABയുടെ പകുതിയാണ് അല്ലേ. APയുടെ ലെങ്ത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും AB അല്ലേ. നമുക്കെന്ത് ചെയ്യാം, AP ഉൾപ്പെടുന്ന ഈ ട്രയാങ്കിൾ AOP കൺസിഡർ ചെയ്യാം അല്ലേ. ട്രയാങ്കിൾ AOP കൺസിഡർ ചെയ്തു അല്ലേ. ഇൻ ട്രയാങ്കിൾ AOP നമുക്ക് എന്ത് എഴുതാം, AP സ്ക്വയർ പ്ലസ് OP സ്ക്വയർ ഇസ് ഈക്വൽ ടു AO സ്ക്വയർ. സംശയമുണ്ടോ, AP സ്ക്വയറും OP സ്ക്വയറും കൂട്ടിയതിന് ഏതിന് ഈക്വലാണ്, AO സ്ക്വയറിന് ഈക്വലാണ് അല്ലേ. AP എത്രയാണ് നമുക്കറിയില്ല. അപ്പോൾ അത് AP സ്ക്വയർ അതേപോലെ എഴുതി പ്ലസ് OP 6 ആണെന്ന് 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു AO സ്ക്വയർ എത്ര 10 സ്ക്വയർ അല്ലേ. അപ്പോൾ AP സ്ക്വയർ പ്ലസ് 6ൻ്റെ സ്ക്വയർ എത്ര 36, 10 സ്ക്വയർ എന്ന് കഴിഞ്ഞാലോ 100 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി AP സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതാ
100 അതേപോലെ അവിടെ ഉണ്ട്, 36 അങ്ങോട്ട് പോയാൽ എന്താവും 100 മൈനസ് 36 അല്ലേ. അപ്പോൾ എ പി സ്ക്വയർ ഇസ് ഈക്വൾ ടു 64 എന്ന് കിട്ടി അല്ലേ. അതിൽ നിന്ന് എ പി എന്ത് കിട്ടും? എ പി സ്ക്വയർ 64 ആണെങ്കിൽ എ പി ഇസ് ഈക്വൾ ടു റൂട്ട് 64 അല്ലേ. എ പി ഇസ് ഈക്വൾ ടു 8 അല്ലേ. എ പിയുടെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി അല്ലേ. നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് എ പിയുടെ ഡബിൾ അല്ലേ. അപ്പോൾ എ ബി ഇസ് ഈക്വൾ ടു അല്ലേ 2 എ പി ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്താ വരിക? 2 × 8 16 സെൻറ്റിമീറ്റർ. ദർഫോർ ലെങ്ത് ഓഫ് ദി കോഡ് എ ബി ഇസ് ഈക്വൾ ടു 16 സെൻറ്റിമീറ്റർ അല്ലേ. മക്കൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒ സെൻറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഒയിൽ നിന്നും ഈ കോഡിലേക്കുള്ള ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഈ കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എ ഒ ജോയിൻ ചെയ്തു അല്ലേ. ഒ എ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ എ ഒ പി കിട്ടി അല്ലേ. നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് എങ്ങനെ എഴുതാം? എ ഒ സ്ക്വയർ എന്ന് പറയുന്നത് എ പി സ്ക്വയറും ഒ പി സ്ക്വയറും കൂട്ടിയതാണ് അല്ലേ. അതായത് എ പി സ്ക്വയറും ഒ പി സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ എ ഒ സ്ക്വയർ കിട്ടും അല്ലേ. ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എഴുതാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൾ ടു എ പി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ അല്ലേ. അല്ലെങ്കിൽ എ പി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ ഇസ് ഈക്വൾ ടു എ ഒ സ്ക്വയർ. രണ്ട് രീതിയിൽ എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ എ പി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ ഇസ് ഈക്വൾ ടു എ ഒ സ്ക്വയർ എന്ന് എഴുതി അല്ലേ. എ പി അതേപോലെ എ പി അറിയാത്തതുകൊണ്ട് എ പി അതേപോലെ എഴുതി എ പി സ്ക്വയർ. ഒ പി നമുക്കറിയാം 6 ആണ്. അപ്പോൾ 6 സ്ക്വയർ. ഇത് എത്ര 10 അല്ലേ. 10 സ്ക്വയർ അല്ലേ. എ പി സ്ക്വയർ പ്ലസ് 36 ഇസ് ഈക്വൾ ടു 100. ഇനി എ പി സ്ക്വയർ ഇവിടെ നിർത്തി 36 അങ്ങോട്ടുണ്ട്. അപ്പോൾ എന്താ കിട്ടുക? എ പി സ്ക്വയർ ഇസ് ഈക്വൾ ടു 100 മൈനസ് 36. അതിൽ നിന്ന് എ പി സ്ക്വയർ ഇസ് ഈക്വൾ ടു 64 എന്ന് കിട്ടി. അതിൽ നിന്ന് എ പി ഇസ് ഈക്വൾ ടു റൂട്ട് 64 അല്ലേ. 64ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതോ രണ്ട് ഈക്വൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 64 ഇട്ടുണ്ടെന്നല്ലേ. അപ്പം 8 × 8 ആണ് 64. അതിൽ നിന്ന് എ പി ഇസ് ഈക്വൾ ടു 8 എന്ന് എഴുതി. അപ്പോൾ എന്താണ്? ഇതിൻ്റെ ലെങ്ത്ത് 8 ആണെങ്കിൽ എ ബി എത്ര കാരം? എ ബി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പിയുടെ ഡബിൾ അല്ലേ അല്ലേ. നമുക്കറിയാം പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. ദർഫോർ എ പി ഇസ് ഈക്വൾ ടു ഹാഫ് എ ബി അല്ലേ. ഒ പി ഇതിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എ ബി അത് ബൈസെക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം 8 ആണെങ്കിൽ ഈ ഭാഗം എന്താണ്? 8 ആണ്. അപ്പോൾ എന്താ? എ ബി ഇസ് ഈക്വൾ ടു 2 × 8 ഇസ് ഈക്വൾ ടു 16 centimeter. So length of the chord AB is equal to 16 centimeter. Okay. In the figure, O is the center of the circle and radius of the circle is 10 centimeter. Find the length of PQ. In the figure, O is the center of the circle and radius of the circle is 10 centimeter. Find the length of PQ. ചിത്രത്തിൽ O സെൻറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഈ സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പി ക്യുവിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം അല്ലേ. സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഒ സെൻറ്റർ ആണ് തന്നിട്ടുണ്ട്. പി ക്യു എന്ന ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. എ ബി സി ഡി എന്ന രണ്ട് കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? എ ഒ ജോയിൻ ചെയ്തു. അതുപോലെ ഒ സിയും ജോയിൻ ചെയ്തു അല്ലേ. റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ എ ഒ ജോയിൻ ചെയ്തു. നമുക്കറിയാം ഇതെത്ര 10 ആണ്. അതുപോലെ ഒ സി ജോയിൻ ചെയ്ത് ഇതും 10 ആണ് അല്ലേ. നമുക്ക് ഒ പിയുടെ ലെങ്ത്തും ഒ ക്യുവിൻ്റെ ലെങ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ പി ക്യു എന്ന് പറയുന്നത് എന്താണ്? ഒ പി പ്ലസ് ഒ ക്യു ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഒ പി ഈസ് perpendicular to AB. Therefore, AP is equal to PB is equal to 6 അല്ലേ. എന്ത് ചെയ്യും? ഒ പി എ ബിക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എ പിയുടെയും പി ബിയുടെയും ലെങ്ത് എന്താണ്? ഈക്വൽ ആയിരിക്കും. ഒ പി എ ബിയെ ബൈസെക്റ്റ് ചെയ്യും. അതുകൊണ്ട് എ പിയും പി ബി എത്ര 6 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് 6 എന്ന് കിട്ടിയ സ്ഥിതിക്ക് ഇത് കണ്ടെത്തിക്കൂടെ അല്ലേ. നമുക്ക് എന്ത് ചെയ്താൽ ഇൻ ട്രയാങ്കിൾ എ ഒ പി, ട്രയാങ്കിൾ എ ഒ പിയിൽ നമുക്ക് എന്ത് ചെയ്താൽ ഒ എ സ്ക്വയർ അല്ലേ. അത് ഒ എ സ്ക്വയർ ഈക്വൾ ടു ഒ എ സ്ക്വയർ ഇസ് ഈക്വൾ ടു ഒ പി സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ. ഒ പി സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ അല്ലേ. ഒ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഒ പി സ്ക്വയറും എ പി സ്ക്വയറും കൂട്ടിയതല്ലേ. അതെന്താണ്?
ട്രയാങ്കിൾ ഒ എ പി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. അതുകൊണ്ട് എന്താണ് ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ മറ്റ് രണ്ട് പെർപെൻഡിക്കുലർ സൈഡിൻ്റെ സ്ക്വയറുകളുടെ സമ്മിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് എ പി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. എ പി 6 അല്ലേ, 6 സ്ക്വയർ അല്ലേ. ഇതെന്ത് ചെയ്താൽ 100 ഇസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് 36 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 100 മൈനസ് 36 ഇസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ അല്ലേ. അതിൽ ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 എന്ന് കിട്ടിയില്ലേ. 100 36 പോയാൽ എത്ര, ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒ പി എന്ത് ചെയ്താൽ √64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്, 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ. ഒ പിയുടെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി അല്ലേ. ഇനി നമുക്കറിയാം ഒ ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി അല്ലേ. ഒ ക്യു എന്ന് പറയുന്നത് സി ഡിക്ക് പെർപെൻഡിക്കുലർ അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, സി ക്യു ഇസ് ഈക്വൽ ടു ക്യു ഡി ഇസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ അല്ലേ. സി ക്യൂവും ക്യു ഡിയും എന്താവും, ഒ ക്യു സി ഡിയെ ബൈസെക്ട് ചെയ്യൂല. അപ്പോൾ ഇത് 8 ആവും. അതുപോലെ ഇവിടെ എന്താവും, ഇവിടെയും 8 ആവും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ട്രയാങ്കിൾ സി ഒ ക്യു കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ സി ഒ ക്യു അല്ലേ. ട്രയാങ്കിൾ സി ഒ ക്യൂവിൽ എന്ത് ചെയ്താൽ നമുക്ക് ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ക്യു സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ അല്ലേ. സി ക്യു സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ അല്ലേ. ഒ സി എന്ന് പറയുന്ന റേഡിയസ് ആണ്. അതുകൊണ്ട് 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ക്യു പറഞ്ഞാൽ 8 സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ അല്ലേ. 10 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 100 ആണ്. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 പ്ലസ് ഒ ക്യു സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ 64 ഇങ്ങോട്ട് വന്നാൽ എന്താ വരാം, 100 മൈനസ് 64 ഇസ് ഈക്വൽ ടു ഒ ക്യു സ്ക്വയർ. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും, ഒ ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 36. ഒ ക്യു ഇസ് ഈക്വൽ ടു വരും √36 ഇസ് ഈക്വൽ ടു 6 എന്ന് വരും, 6 സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഒ ക്യു ഇസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഒ ക്യു 6 എന്ന് വന്നു, ഒ പി 8 എന്ന് വന്നു അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്താണ് കേട്ടോ എഴുതേണ്ടത്. ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതാണ്. അപ്പോൾ എന്താ, പി ക്യു ഇസ് ഈക്വൽ ടു ഒ പി പ്ലസ് ഒ ക്യു. ഒ പി പ്ലസ് ഒ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, 8 + 6 ഇസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ അല്ലേ. ഇത് 8 എന്ന് കിട്ടി, ഇത് 6 എന്ന് കിട്ടി. അപ്പോൾ 8 + 6 ഇസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ അല്ലേ. സോ ലെങ്ത് ഓഫ് പി ക്യു ഇസ് ഈക്വൽ ടു 8 + 6 ഇസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. അപ്പോൾ മക്കൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമുക്ക് ചിത്രത്തിൽ 2 കോഡുകൾ എ ബി സി ഡി എന്ന 2 കോഡുകൾ തന്നിട്ടുണ്ട്. 12 സെൻറ്റിമീറ്റർ ആണെന്നുണ്ട്, 16 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് കേട്ടോ. ഒ സെൻറ്റർ ആണ് തന്നിട്ടുണ്ട്. പി ക്യുവിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം അല്ലേ. നമുക്കറിയാം ഒ പിയും ഒ ക്യൂവും കോഡിലേക്കുള്ള സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലറാണ് അല്ലേ. ഒ പി ആൻഡ് ഒ ക്യു ആർ പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ടു എ കോഡ്. ദെർഫോർ ഒ പി ബൈസെക്ട് എ ബി ആൻഡ് ഒ ക്യു ബൈസെക്ട് സി ഡി അല്ലേ. അപ്പോൾ ഒ പി എ ബിയെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ ബി 12 എന്താവും, എ പി 6ഉം പി ബി 6ഉം. അതുപോലെ സി ക്യു ഇവിടെ 8ഉം ക്യു ഡി 8ഉം അല്ലേ. ഇത് 10ഉം ആണ്. ട്രയാങ്കിൾ എ ഒ പിയിൽ നമുക്ക് എന്ത് കിട്ടും, പൈതഗോറസ് തിയറം ഉപയോഗിച്ച് 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് എഴുതാം. അതിൽ നിന്ന് ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, അതായത് 100 മൈനസ് 36. അത് ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 എന്ന് കിട്ടും. ഒ പി ഇസ് ഈക്വൽ ടു √64 ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി അല്ലേ. ഒ പിയുടെ ലെങ്ത്ത് 8 എന്ന് കിട്ടി. അതുപോലെ നമ്മൾ ട്രയാങ്കിൾ ഒ സി ക്യു കൺസിഡർ ചെയ്തു അല്ലേ. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ക്യു സ്ക്വയർ പ്ലസ് സി ക്യു സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഒ ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. 100 മൈനസ് 64 ഇസ് ഈക്വൽ ടു 36 എന്ന് കിട്ടും അല്ലേ. ഒ ക്യു സ്ക്വയർ 36 ആണെങ്കിൽ ഒ ക്യു എന്തികാരം, ഒ ക്യു എന്തായിരിക്കും, √36 അല്ലേ, 6 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഒ ക്യു 6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പി ക്യു എന്ന് പറയുന്നത് എന്താണ്, 8 + 6 ഇസ് ഈക്വൽ ടു 40 അല്ലേ. സോ ലെങ്ത് ഓഫ് പി ക്യു ഇസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ അല്ലേ. ഇത് എഴുതിയിട്ട് ആ ഭാഗത്ത് കേട്ടോ എഴുതേണ്ട, അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പോൾ പി ക്യു ഇസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. ഓക്കെ.